കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റിജിഡ് റോഡ് പോളിയൈൻസ് ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ഓർഗാനോ മെറ്റാലിക് മോയിറ്റി ഇൻ ദ മെയിൻ ചെയിൻ എന്നുള്ള ക്ലാസിഫിക്കേഷനിൽ 2 ടൈപ്സ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. പോളിമേഴ്സ് ഒബ്റ്റെയിൻഡ് ബൈ കണ്ടൻസേഷൻ പോളിമറൈസേഷനും പോളിമേഴ്സ് ഒബ്റ്റെയിൻഡ് ബൈ റിംഗ് ഓപ്പണിംഗ് പോളിമറൈസേഷനും. അതിൽ പോളിമേഴ്സ് ഒബ്റ്റെയിൻഡ് ബൈ കണ്ടൻസേഷൻ പോളിമറൈസേഷൻ 2 ടൈപ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഫെറോസീൻ ബേസ്ഡ് കണ്ടൻസേഷൻ പോളിമേഴ്സും രണ്ടാമത്തത് റിജിഡ് റോഡ് പോളിയൈൻസും. ഇതിൽ റിജിഡ് റോഡ് പോളിയൈൻസ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. ദേ ആർ മെയിൻലി ഫ്രം ഗ്രൂപ്പ് 8 മെറ്റൽസ്, ദാറ്റ് ഈസ് നിക്കൽ, പ്ലാറ്റിനം ആൻഡ് പല്ലേഡിയം. അവരുടെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് കണ്ടായിരുന്നു. ആൽക്കൈൻ സിസ്റ്റത്തിൻ്റെ അകത്തേക്ക് മെറ്റലോസീൻസോ മെറ്റൽ കോംപ്ലക്സസോ വരുമ്പോഴാണ് നമുക്ക് റിജിഡ് റോഡ് പോളിയൈൻസിനെ കിട്ടുന്നത്. അതായത് ദേ ഹാവ് എ സ്ട്രെയിറ്റ് ചെയിൻ സ്ട്രക്ചർ ആയിരിക്കും. മെറ്റല് ട്രാൻസ് ഓറിയൻറ്റേഷനിൽ 2 ലിഗാൻസ് കാണും. ദേ ആർ മെയിൻലി ഫോസ്ഫൈൻ ലിഗാൻസ് ആയിരിക്കും. കാരണം അതിൽ ബ്യൂട്ടൈൽ ത്രൈസ് ആണെങ്കിലാണ് അതിൻ്റെ സോലുബിലിറ്റി കൂടുന്നതായിട്ടും കാണുന്നത്. അപ്പോൾ ഈ മെറ്റലോസിൻസോ മെറ്റൽ കോംപ്ലക്സസോ കോൺജുഗേറ്റഡ് സിസ്റ്റത്തിൻ്റെ അകത്തേക്ക് വരുമ്പം ഇറ്റ് ഹാസ് ബീൻ ഫൗണ്ട് ദാറ്റ് ദർ ഈസ് ആൻ എൻഹാൻസ്മെൻറ്റ് ഇൻ നമ്പർ ഓഫ് പ്രോപ്പർട്ടീസ് ലൈക്ക് ലൂമിനസെൻസ്, ലിക്വിഡ് ക്രിസ്റ്റൽ കാറ്റഗറി, പിന്നെ ഫ്ലൂറസെൻസ്, അങ്ങനെ കുറേ പ്രോപ്പർട്ടീസിൻ്റെ എൻഹാൻസ്മെൻറ്റ് കാണുന്നതായിട്ട് കണ്ടു. അപ്പം അത് ഇന്ന് ഇതിൻ്റെ സിന്തസിസ് ആണ് നോക്കുന്നത്. മെയിനായിട്ട് 3 മെത്തേഡ് ഓഫ് സിന്തസിസ് ആണുള്ളത്. ഡീഹൈഡ്രോ ഹാലോജിനേഷൻ, ഓക്സിഡേറ്റീവ് കപ്ലിംഗ് ആൻഡ് ആൽക്കൈനൈൽ ലിഗാൻഡ് എക്സ്ചേഞ്ച് റിയാക്ഷൻ. All these reactions are copper catalyzed reaction which can be used for the synthesis of rigid rod polyions. ഇതിൽ ഫസ്റ്റ് വണ്ണാണ് ഡീഹൈഡ്രോ ഹാലോജിനേഷൻ. ഡീഹൈഡ്രോ ഹാലോജിനേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം HClന്റെ റിമൂവലാണ് ശരിക്കും റിയാക്ഷൻ എന്ന് പറയുന്നത്. The reaction involves the reaction between trans MCl2 PR3 twice with a terminal alkyne. ടെർമിനൽ ആൽക്കൈൻ എന്താണെന്ന് അറിയാമല്ലോ. 2 എൻഡിലും H ഗ്രൂപ്പ് വരുന്നതാണ് ടെർമിനൽ ആൽക്കൈൻ എന്ന് പറയുന്നത്. ഇൻ പ്രസൻസ് ഓഫ് കുപ്രസ് ഹാലൈഡ് ആൻഡ് ആൻ അമീൻ. അമീൻ എന്ന് പറയുന്നത് ഇവിടെ സോൾവെന്റ് ആയിട്ടും ആക്ട് ചെയ്യാം, ആൻഡ് ഇറ്റ് ക്യാൻ ഓൾസോ ആക്ട് ആസ് ആൻ ആസിഡ് അക്സെപ്റ്റർ. അപ്പം ഇതിൽ നമുക്കറിയാം, ഇതിൻ്റെ അകത്ത് കണ്ടോ Cl ഉണ്ട്. ടെർമിനൽ ആൽക്കൈൻ്റെ എൻഡ് പോർഷനിൽ ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ HClനെ ഇവിടുന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ യു വിൽ ഗെറ്റ് റിജിഡ് റോഡ് പോളി ഐൻ ആസ് ദ പ്രോഡക്റ്റ്. ഇപ്പം നമ്മൾ ട്രാൻസ് എം എന്ന് പറയുന്നത് ഏതൊക്കെയാ? നിക്കൽ, പ്ലാറ്റിനം, പല്ലേഡിയം. ട്രാൻസ് കോംപ്ലക്സ് ആണ് നമ്മളിവിടെ എടുക്കുന്നത്. Cl PR3 with a terminal alkyne. C triple bond CH. Y എന്ന് പറയുന്നത് സ്പേസർ ഗ്രൂപ്പ്സ് ആണ്. അതായത് CH2 അല്ലെങ്കിൽ അരോമാറ്റിക് റിംഗ് ആകാം. കഴിഞ്ഞ ക്ലാസ് നമ്മൾ കണ്ടത് C ട്രിപ്പിൾ ബോണ്ട് CH. സോ ദിസ് ഈസ് ടെർമിനൽ ആൽക്കൈൻ. ഇതിൻ്റെ അകത്ത് നിന്ന് HCl പോകും. അപ്പം ഇൻ പ്രസൻസ് ഓഫ് കുപ്രസ് ഹാലൈഡ് അല്ലേ, CuX ആൻഡ് അമീൻ Et3N. നമ്മുടെ പോളിമർ എങ്ങനെ വരും? MPR3 അല്ലേ. മെറ്റലിൽ ആരാ വരേണ്ടത്? ഫോസ്ഫൈൻ ലിഗാൻഡ് ഇൻ ദ ട്രാൻസ് ഓറിയന്റേഷൻ ആണ് വരേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ എടുക്കുന്ന കോംപ്ലക്സും ട്രാൻസ് MCl2 PR3 ട്വൈസ് ആയിരിക്കണം എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് നിന്ന് HCl പോയി കഴിയുമ്പോൾ പിന്നെ മിച്ചം എന്തുണ്ട്? C ട്രിപ്പിൾ ബോണ്ട് C, Y C ട്രിപ്പിൾ ബോണ്ട് C. ഇതാണ് നമ്മുടെ കോംപ്ലക്സ് അല്ലെങ്കിൽ റിജിഡ് റോഡ് പോളി ഐൻ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് മെത്തേഡ് ഈസ് ഡീഹൈഡ്രോ ഹാലോജിനേഷൻ. സിമ്പിൾ അല്ലേ ആദ്യത്തെ മെത്തേഡ്. So it takes place in presence of
cuprous halide and an amine. This amine act as both as an acid acceptor and as a solvent. Thus polymerization can proceed even at room temperature. ഇതിൻ്റെ വേറൊരു കണ്ടീഷൻ എന്തെന്നാണ്, നമ്മൾ എടുക്കുന്ന റിയാക്റ്റൻസ് ഇക്വിമോളാർ ആയിരിക്കണം. ഇറ്റ് ഇൻവോൾവ്സ് ആൻ റിയാക്ഷൻ ബിറ്റ്വീൻ an equimolar quantity of trans MCl2PR3 twice and terminal alkyne. ഇതാണ് ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത്. The second method is oxidative coupling. അപ്പം അതിൻ്റെ അകത്ത് വേറെ റിയാക്റ്റൻസ് ഒന്നുമില്ല, ഒരു ടെർമിനൽ ആൽക്കൈൻ മാത്രമേ ഉള്ളൂ. അതിൻ്റെ കപ്ലിംഗ് ആണ് ശരിക്കും നടക്കുന്നത് ഇൻ പ്രസൻസ് ഓഫ് ഓക്സിജൻ ആൻഡ് cuprous halide. So in oxidative coupling, there is രണ്ടാമത്തെ method, oxidative coupling. In oxidative coupling, it involves the coupling of terminal alkyne. Terminal alkyne. അപ്പോൾ ആദ്യത്തേൻ്റെ അകത്തും ടെർമിനൽ ആൽക്കൈൻ തന്നെയായിരുന്നു. ഓക്സിഡേറ്റീവ് കപ്ലിങ്ങിൻ്റെ അകത്തും ടെർമിനൽ ആൽക്കൈൻ ആയിരുന്നു. ഇൻ പ്രസൻസ് ഓഫ് മുമ്പത്തെ പോലെ തന്നെ cuprous halide. In presence of cuprous halide along with oxygen. Oxidative coupling അല്ലേ, along with oxygen. ഇവിടെ നമ്മൾ ഇക്വിമോളാർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞായിരുന്നു ഡീഹൈഡ്രോ ഹാലോജനേഷൻ്റെ അകത്ത്. ഓക്സിഡേറ്റീവ് കപ്ലിങ്ങിൻ്റെ അകത്ത് ദർ ഈസ് നോ റെസ്ട്രിക്ഷൻ ഫോർ സ്റ്റോയിഷോമെട്രി ഇൻ ദിസ് മെത്തഡ്. ഇതിൻ്റെ അകത്ത് നമ്മൾ എടുക്കുന്ന ആൽക്കൈൻ CH ടെർമിനൽ ആൽക്കൈൻ അല്ലേ മുമ്പത്തെ, triple bond C. Y is the spacer group C, triple bond C. അപ്പം ഇതിൻ്റെ അകത്ത് തന്നെ നമ്മുടെ മെറ്റൽ വരും PR3 ഓക്സിഡേറ്റീവ് കപ്ലിംഗ്. വേറെ ആരും വേണ്ട. C, triple bond C, Y, C, triple bond CH, terminal alkyne. In presence of ara CuCl and oxygen and TMEDA. TMEDA എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടെട്രാമീഥൈൽ എഥിലീൻ ഡയമീൻ ആണ് TMEDA. ഇതിൻ്റെ കോംപ്ലക്സിൻ്റെ സ്ട്രക്ചർ എന്താ, റിജിഡ് റോഡ് പോളിയൈൻ മെറ്റൽ. ഇവർ തമ്മിൽ തന്നെ കപ്ലിംഗ് നടക്കും. PR3 C, triple bond C, Y, C, triple bond C, C, triple bond C, Y, ഇങ്ങനെ പോകും. പോളിമറിൻ്റെ സ്ട്രക്ചർ കേട്ടോ. ട്രിപ്പിൾ ബോണ്ട് C, N10. ഇതാണ് രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്, വിച്ച് ഈസ് ഓക്സിഡേറ്റീവ് കപ്ലിംഗ് ഓഫ് ടെർമിനൽ ആൽക്കൈൻ ഇൻ പ്രസൻസ് ഓഫ് cuprous halide ആൻഡ് ഓക്സിജൻ. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്ന മോണോമറിൻ്റെ അകത്ത് തന്നെ മെറ്റൽ കോംപ്ലക്സ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മെറ്റൽ സെൻറ്റർ ഉണ്ട് അറ്റാച്ച്ഡ് ടു ഫോസ്ഫൈൻ ലിഗാൻഡ്. അപ്പോൾ അവർക്ക് റിയാക്ഷൻ നടന്ന് നമ്മുടെ റിജിഡ് റോഡ് പോളിയൈൻ കിട്ടും. ഇനി മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൽക്കൈനൈൽ എക്സ്ചേഞ്ച് റിയാക്ഷൻ. ഈ ആൽക്കൈനൈൽ എക്സ്ചേഞ്ച് റിയാക്ഷൻ മെയിനായിട്ട് നിക്കൽ മെറ്റൽ, നമ്മളിപ്പോൾ പ്ലാറ്റിനം പല്ലേഡിയാണ് മെയിനായിട്ട് ആദ്യത്തെ രണ്ട് മെത്തേഡിൻ്റെ അകത്ത് വരുന്ന മെറ്റൽ എന്ന് പറയും. ആൽക്കൈനൈൽ എക്സ്ചേഞ്ചിൻ്റെ അകത്ത് ദേ ആർ മെയിൻലി യൂസ്ഡ് ഫോർ പ്രിപ്പയറിംഗ് നിക്കൽ സെൻറ്റേർഡ് റിജിഡ് റോഡ് പോളിയൈൻ. ഇവിടെ നമ്മൾ മെറ്റൽ ഹാലൈഡ്, അപ്പം ആദ്യത്തെ റിയാക്ഷൻ്റെ അകത്ത് നമ്മൾ മെറ്റൽ ഹാലൈഡ് എടുത്തായിരുന്നു അല്ലേ, MCl2PR3 ട്വൈസ് എടുത്തായിരുന്നു, മെറ്റൽ ഹാലൈഡ് എടുത്തായിരുന്നു. ഹിയർ വി വിൽ അവോയ്ഡ് മെറ്റൽ ഹാലൈഡ് ആൻഡ് യൂസ് എ മെറ്റൽ കോംപ്ലക്സ് ഹാവിങ് ആൽക്കൈനൈൽ ലിഗാൻഡ് വിച്ച് ഈസ് ഓൾറെഡി ബൗണ്ട് ടു ദ മെറ്റൽ കോംപ്ലക്സ്. അപ്പം ആദ്യത്തെ മെത്തേഡ് ഉപയോഗിച്ച് നിക്കൽ കോംപ്ലക്സിനെ സിന്തസൈസ് ചെയ്യാൻ മേലെന്ന് ചോദിച്ചാൽ നമ്മളവിടെ നിക്കൽ ഹാലൈഡും അമോണിയയുടെ അല്ലെങ്കിൽ ബേസിൻ്റെ അമീൻ്റെ പ്രസൻസിലാണ് റിയാക്ഷൻ ചെയ്തത് അല്ലേ. അപ്പം ആ നിക്കൽ ഹാലൈഡ് അമീൻ്റെ പ്രസൻസിൽ വരുമ്പം ഡീകമ്പോസ് ചെയ്ത് പോകും. അതുകൊണ്ടാണ് ആദ്യത്തെ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് നിക്കൽ കോംപ്ലക്സസിനെ സിന്തസൈസ് ചെയ്യാൻ പറ്റാതെ വരുന്നത്. അപ്പോൾ ഈ നിക്കൽ കോംപ്ലക്സസിനെ സിന്തസൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ആൽക്കൈനൈൽ ലിഗാൻഡ് എക്സ്ചേഞ്ച് റിയാക്ഷൻ ആണ് എടുക്കുന്നത്.
അപ്പം നമ്മൾ അതിൻ്റെ അകത്ത് ഒരു മെറ്റൽ കോംപ്ലക്സ് എടുക്കും. ഏത്? നിക്കൽ കോംപ്ലക്സ് എടുക്കും, വിച്ച് ഹാവ് ഓൾറെഡി ആൻ ആൽക്കൈനൈൽ ലിഗാൻഡ് അറ്റാച്ച്ഡ് ടു ഇറ്റ്. ഫോർ എക്സാമ്പിൾ കാണിക്കുവാണെങ്കിൽ ഇപ്പം നിക്കൽ PR3 PR3 ഇതാണ് നമ്മുടെ മെറ്റൽ കോംപ്ലക്സ്. ഇതിൽ ഒരു ആൽക്കൈനൈൽ ലിഗാൻഡ് ഓൾറെഡി അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കും, C∼C. നേരത്തെ നമ്മൾ പ്ലാറ്റിനം പല്ലേഡിയത്തിൻ്റെ അവിടെ തന്നെ എടുത്ത് ഇതിന് പകരം Cl ആയിരുന്നു വന്നത്. അപ്പം അങ്ങനെ നിക്കൽ ക്ലോറൈഡ് എടുത്ത് ചെയ്യുമ്പോൾ എന്ത് പറ്റുമെന്നാണ് പറഞ്ഞത്? അമീൻ്റെ പ്രസൻസിൽ അവർ ഡീകമ്പോസ് ചെയ്തു പോകും. അതുകൊണ്ടാണ് നമ്മൾ മെറ്റൽ കോംപ്ലക്സ് വിച്ച് കണ്ടെയ്ൻ ആൻ ആൽക്കൈൻ ലിഗാൻഡ് ഓൾറെഡി ബൗണ്ട് ടു ഇറ്റ് എടുത്ത്. പ്ലസ് കൂടെ ആരെടുക്കും? ഒരു ടെർമിനൽ ആൽക്കൈനെ കൂടെ എടുക്കും. C:CHY C::CH in presence of R3N. ഇവിടെ അമീൻ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ ഹാലൈഡ് ആയിരുന്നെങ്കിലായിരുന്നു അവർ ഡീകമ്പോസ് ചെയ്ത് പോകുന്നത് കേട്ടോ. ഇപ്പോൾ ഹാലൈഡിന് പകരം നമ്മൾ അവിടെ ആൽക്കൈൻ ലിഗാൻഡ് ഓൾറെഡി ബൗണ്ട് ടു ദ മെറ്റൽ സെന്റർ പ്ലസ് എ ടെർമിനൽ ആൽക്കൈൻ എടുത്തു. പ്രോഡക്റ്റ് എങ്ങനെ വരും? നമ്മുടെ NiPr3 C::CY C::CN. So this is the last method. ഇവിടെ ആൽക്കൈനൈൽ എക്സ്ചേഞ്ച് അല്ലേ നടന്നത്? നോക്കിക്കേ, ഇവിടുത്തെ ഈ ആൽക്കൈനെ വെച്ചിട്ട് ഇത് വന്ന് എക്സ്ചേഞ്ച് ചെയ്തു. ആൽക്കൈനൈൽ എക്സ്ചേഞ്ച് റിയാക്ഷൻ. എന്തുകൊണ്ടാണ് നമ്മൾ അവിടെ ഇതെടുത്തെന്ന് മനസ്സിലായില്ലേ? Clന് പകരം നമ്മൾ ഈ ആൽക്കൈൻ ലിഗാൻഡ് എന്തുകൊണ്ട് എടുത്തെന്ന് മനസ്സിലായില്ലേ? അമീൻ്റെ പ്രസൻസിൽ ഇവിടെ Cl വരുമായിരുന്നെങ്കിൽ ഇറ്റ് വിൽ അണ്ടർഗോ ഡീകമ്പോസിഷൻ കേട്ടോ. സോ പ്രിപ്പയറിംഗ് നിക്കൽ കണ്ടെയ്നിങ് റിജിഡ് റോഡ് പോളിയൈൻസ് by the methods involving amine. അമീൻ എന്ന് ഉദ്ദേശിക്കുന്ന ഹാലൈഡ് ആയിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ബി ഡിഫിക്കൽട്ട് ബിക്കോസ് എന്തുകൊണ്ടാണ്? ഡൈഹാലോ നിക്കൽ കോംപ്ലക്സസ് വിൽ ഡീകമ്പോസ് ഇൻ അമീൻ സോൾവെൻറ്റ്സ്. അപ്പോൾ ഈ മെത്തേഡ് മെയിനായിട്ട് ഓക്സിഡേറ്റീവ് കപ്ലിംഗ് ഉപയോഗിച്ചും നിക്കൽ കോംപ്ലക്സസിനെ ഉണ്ടാക്കാൻ പറ്റത്തില്ല. കാരണം അവിടെ ആ നിക്കൽ സെൻറ്റർ കപ്ലിംഗ് ഏജൻറ്റുമായിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ ആദ്യത്തെ രണ്ട് മെത്തേഡ് ഉപയോഗിച്ച് നിക്കൽ ബേസ്ഡ് റിജിഡ് റോഡ് പോളിയൈൻസിനെ സിന്തസൈസ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. ഇപ്പം ഈ റിജിഡ് റോഡ് പോളിയൈൻസിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്കറിയാമല്ലോ. ദേ വിൽ ഹാവ് എ നമ്പർ ഓഫ് ഇൻട്രസ്റ്റിംഗ് പ്രോപ്പർട്ടി. എന്തുകൊണ്ടാണ് അവരിൽ അത്രയും പ്രോമിനൻറ്റ് പ്രോപ്പർട്ടീസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മെറ്റൽ സെൻറ്ററും വരുന്നുണ്ട്, കോൺജുഗേറ്റഡ് സിസ്റ്റവും ഉണ്ട്. അതുകൊണ്ടാണ് ഇൻ ദ പോളിമറിക് ചെയിൻ. സോ ദേ വിൽ ഹാവ് എ മെനി യുണീക്ക് ആൻഡ് ഇൻട്രസ്റ്റിംഗ് പ്രോപ്പർട്ടി. They have extra stability in air and in the solid state, but they will decompose in solution phase. Solution phase il padike avarku decomposition sambhavikkum, and most of these polymers are soluble in organic solvents such as benzene, toluene, tetrahydrofuran, etc. അപ്പോൾ ഇത്രയാണ് റിജിഡ് റോഡ് പോളിയൈൻസിൻ്റെ ഉള്ളത്. അപ്പോൾ അവരുടെ എക്സാമ്പിൾ അറിയണം, സ്ട്രക്ചർ അറിയണം, അവരുടെ പ്രോപ്പർട്ടീസ് അറിയണം, മെത്തേഡ് ഓഫ് സിന്തസിസ്. 3 മെത്തേഡാണ്. ഓൾ ടേക്ക് പ്ലേസ് ഇൻ പ്രസൻസ് ഓഫ് കുപ്രസ് ആലൈഡ് എക്സെപ്റ്റ് ദ ലാസ്റ്റ് മെത്തേഡ് കേട്ടോ. റിജിഡ് റോഡ് പോളിയൈൻസിൽ ഡീഹൈഡ്രോ ഹാലജനേഷൻ, ഓക്സിഡേറ്റീവ് കപ്ലിംഗ് ആൻഡ് ലാസ്റ്റ് വൺ എന്തോന്നാ? ആൽക്കൈനൈൽ ലിഗാൻഡ് എക്സ്ചേഞ്ച് റിയാക്ഷൻ. അപ്പം ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ നമ്മുടെ കഴിഞ്ഞു. അതായത് മെറ്റലോസീൻ ആസ് എ പാർട്ട് ഓഫ് ദ മെയിൻ ചെയിൻ. അതിൽ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ആയിരുന്നു പോളിമേഴ്സ് ഒബ്റ്റെയിൻഡ് ബൈ കണ്ടൻസേഷൻ പോളിമറൈസേഷൻ. അതിന് 2 എണ്ണം ഉണ്ടായിരുന്നു, ഫെറോസീൻ ബേസ്ഡ് ആൻഡ് റിജിഡ് റോഡ് പോളിയൈൻ. അത് കഴിഞ്ഞു. ഇനി അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ്, അതായത് പോളിമേഴ്സ് ഒബ്റ്റെയിൻഡ് ബൈ റിംഗ് ഓപ്പണിംഗ് പോളിമറൈസേഷൻ. ഓക്കെ, താങ്ക് യു.